ഇതാ കേരളത്തിന്റെ മനസാക്ഷി ഒന്നാകെ ഞെട്ടിച്ച മറ്റൊരു സംഭവമായിരുന്നു മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ പ്രതിഷേധക്കാരെ, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവം. ആ സംഭവത്തിൽ ഏതാണ്ട് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ എല്ലാം ആ മർദ്ദനത്തെ ന്യായീകരിച്ച, രക്ഷാപ്രവർത്തനം എന്ന് വിലയിരുത്തിയ, താൻ ഒന്നും കണ്ടിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശമടക്കം കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയായതാണ്. അതിനുശേഷം ഇപ്പോഴിതാ പിണറായി വിജയൻ സർക്കാർ മാറി UDF അധികാരത്തിൽ വന്നിരിക്കുന്നു. തീർച്ചയായും അവിടെ ഒരു പുനരന്വേഷണം ഉണ്ടാകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്ന കാര്യമാണ്. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിന് തീരുമാനമാവുകയും അങ്ങനെ ഒരു SIT രൂപീകരിക്കുകയും ചെയ്തു. ആ SITയുടെ ആദ്യത്തെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കാൻ പോവുകയാണ്. അവിടെ ഗൺമാൻ അനിൽകുമാർ അടക്കം 5 പേർക്കെതിരെയും നടപടി വന്നേക്കും എന്ന സൂചനകൾ ആണ് ലഭിക്കുന്നത്. അതിനിടെ ADGP അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് വൈകും എന്ന ചില സൂചനകൾ ഉണ്ട് എങ്കിൽ പോലും ആ ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ ADGP MR അജിത് കുമാർ ഇടപെട്ടതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ ഗൺമാൻ അനിലിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിനെയും ചോദ്യം ചെയ്യാനുള്ള നീക്കം അന്ന് ADGP ഇടപെട്ട് തടഞ്ഞു എന്നതാണ് ആ വിവരം. തെളിവ് ശേഖരണത്തിനും അജിത് കുമാർ തടസ്സം നിന്നു എന്നും SITക്ക് മൊഴി ലഭിച്ചിട്ടുണ്ട്. 5 ഉദ്യോഗസ്ഥരാണ് അജിത് കുമാറിനെതിരെ മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളത് എന്നതാണ് വിവരങ്ങൾ. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനും ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും ആണ് തത്സമയം ചേരുന്നത്. ആദ്യം ശരണ്യയിലേക്ക് പോകുന്നു. ശരണ്യ, ഏറെ വിവാദമായ ഒന്ന്, തീർച്ചയായും നടപടി ഉണ്ടാകണം എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം വിലയിരുത്തുന്ന ഒന്ന്. കാരണം പ്രതിഷേധങ്ങളൊന്നും മലയാളികൾ കാണാത്തതല്ല. പ്രതിഷേധത്തിൻ്റെ സ്വഭാവവും രീതിയും ഒക്കെ നമുക്കറിയാം. ഇവിടെ ഇതാ പ്രാദേശിക പോലീസ് സംവിധാനം കൃത്യമായി ഇടപെടുകയും അവർ കീഴ്പ്പെട്ട് നിൽക്കുകയും ചെയ്ത ഒരു സമയത്താണ് ഗൺമാന്മാർ അത്തരത്തിൽ വളരെ അതിക്രമ സ്വഭാവത്തോടു കൂടി തല്ലിച്ചതച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ SITയുടെ കണ്ടെത്തൽ എന്ത് എന്നതെല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. പ്രാഥമികമായി നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തീർച്ചയായും അത് ഈ പോലീസുകാർക്കെതിരെ, അനിലിനും സന്ദീപിനുമെതിരെ നടപടി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് തന്നെയല്ലേ? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജനാധിപത്യത്തിന് വിരുദ്ധമായ രീതിയിലുള്ള ഒരു ആക്രമണമായിരുന്നു ആലപ്പുഴയിൽ നവകേരള യാത്ര. മുഖ്യമന്ത്രിയുടെ നവകേരള ബസ് കടന്നുപോയ സമയത്ത് അന്ന് അവിടെ നിന്ന് വഴിയരികിൽ നിന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അജയ്ജുവൽ കുര്യാക്കോസിനെയും AD തോമസിനെയും മർദ്ദിച്ച സംഭവം. ഈ സംഭവത്തിൽ മുഖ്യപ്രതികളായി അന്ന് 1ഉം 2ഉം പ്രതികളായി വന്നിരുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ അന്നത്തെ ഗൺമാന്മാരായ അനിൽ കല്ലിയൂറും ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപുമായിരുന്നു. എന്നാൽ SIT ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ ചെയ്തത് അനിൽ കല്ലിയൂറും ഒപ്പം തന്നെ സന്ദീപും മാത്രമല്ല, ഇതിനകത്ത് മറ്റു 3 പേർ കൂടി ഇൻവോൾവ് ആണ് എന്നുള്ളത് അവർ സ്ഥിരീകരിച്ചു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി കണ്ടെത്തിയത് CCTV ദൃശ്യങ്ങളാണ്. ഈ സംഭവം, ഈ കേസ് നടന്ന 2023 ഡിസംബർ 15-നാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടന്നതിന് ശേഷം ഈ കേസ് 1 വർഷം കഴിഞ്ഞ് ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് DYSP എഴുതി തള്ളുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അന്ന് ഇവർ പ്രധാനമായി പറഞ്ഞ കാരണം എന്ന് പറയുന്നത്, ഒന്ന്, മാധ്യമപ്രവർത്തകർ, അവിടെ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകർ കൃത്യമായി മൊഴി നൽകിയില്ല, ദൃശ്യങ്ങൾ നൽകിയില്ല. അതോടൊപ്പം തന്നെ മറ്റ് ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ഒന്നും തന്നെ ഈ കേസിൽ ലഭ്യമല്ല എന്ന് പറഞ്ഞായിരുന്നു ഈ കേസ് എഴുതുന്നത്. മാത്രമല്ല, ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഈ ഗൺമാന്മാർ അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചതാണ് എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. എന്നാൽ ഈ റിപ്പോർട്ടിനെ പൂർണ്ണമായി തള്ളുന്ന രീതിയിലാണ് ഇപ്പോൾ SITയുടെ പ്രാഥമിക റിപ്പോർട്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ ഒന്ന്, CCTV ദൃശ്യങ്ങൾ ആ പ്രദേശത്ത് നിന്ന് കണ്ടെത്താനായി SIT ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ള സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ SP ആയ ഷൗക്കത്ത് അലി, ഒപ്പം തന്നെ DYSP ബിജു പൗലോസ് എന്നിവരാണ് ഈ കേസിന് നേതൃത്വം നൽകുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെത്തിയ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി അനിൽ കല്ലിയൂറും സന്ദീപിനെയും കൂടാതെ ഷൈജു, വിപിൻ, അരുൺ എന്നീ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടി ഇതിനകത്ത് പ്രതികളാണ് എന്നുള്ളത് ആദ്യം അവരെ കൂടി പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ വിലയിരുത്തൽ. മറ്റൊന്ന്, ഈ CCTV ദൃശ്യങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ തോമസിന്റെയും ഒപ്പം തന്നെ അജയ്ജുവൽ കുര്യാക്കോസിന്റെയും ഈ കേസിലെ ദൃക്സാക്ഷിയായ ജയ്ഹിന്ദ് TVയിലെ ക്യാമറമാനായ ജോജി മോന്റെയും മൊഴി രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകർ പോലും മൊഴി നൽകിയിട്ട് ആ മൊഴി ലഭ്യമല്ല, ദൃശ്യങ്ങൾ നൽകിയില്ല എന്ന
എന്ന കള്ള സത്യവാങ്മൂലം നൽകിയാണ് ഈ കേസ് എഴുതിത്തള്ളാനായി അന്ന് ക്രൈംബ്രാഞ്ച് ശ്രമിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചട്ടലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ കൂടി ഉണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ ആ വാഹനത്തിനോടൊപ്പം കടന്നു പോകേണ്ട അകമ്പടി വാഹനം നിർത്താൻ പാടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അവർ ഇറങ്ങി വന്ന് ഈ കയ്യിൽ കരുതിയ വലിയ ലാത്തി കൊണ്ട് ഈ വീണ് കിടന്ന ചെറുപ്പക്കാരെ അടിക്കുകയായിരുന്നു. അതും തലയ്ക്ക് ആവർത്തിച്ചടിച്ചു. അടിയിൽ AD തോമസിന്റെ തല പൊട്ടി ചോര ഒലിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും അടി വീണു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ലോക്കൽ പോലീസ് ആണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ കസ്റ്റഡിയിലേക്കാണ് കാര്യങ്ങൾ മാറ്റേണ്ടത്. എന്നാൽ ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുന്ന ചെറുപ്പക്കാരെയാണ് അകാരണമായി ഇവർ മർദ്ദിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ വരുമോ എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അതായത് ഇവരെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അടിക്കുന്നതിനിടയിൽ ഒരു പോലീസുകാരന്റെ കൈവിരലിന് പൊട്ടലേറ്റിരുന്നു. അയാളെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഫസ്റ്റ് എയ്ഡ് നൽകിയ ശേഷം മറ്റ് തെളിവുകൾ അവിടെ ഉണ്ടാവാതിരിക്കാൻ ആ പോലീസുകാരനെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ റെക്കോർഡിക്കലായി വന്നിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ഈ അക്രമം കാണിച്ചു മാത്രമല്ല ഇവർ ഡ്യൂട്ടിക്കിടയിൽ ഈ വാഹനത്തിൽ കരുതാൻ കഴിയാത്ത ലാത്തി, അതായത് എത്തരത്തിൽ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അത് ഉപയോഗിച്ച് ഈ ചെറുപ്പക്കാരെ മർദ്ദിച്ചു. അപ്പൊ ചട്ടലംഘനം കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കേസ് ഒതുക്കി തീർക്കാൻ തുടക്കം മുതൽ തന്നെ മുകളിൽ നിന്നുള്ള വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആലപ്പുഴ സൗത്ത് പോലീസിലാണ് പരാതി നൽകിയത്. സൗത്ത് പോലീസ് കേസ് എടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതിന് പിറ്റേ ദിവസം തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് 2 പേരെ പിടിച്ചു മാറ്റുന്നത് കണ്ടിട്ടുണ്ട്, അതേസമയം അവര് എന്റെ സുരക്ഷ ഒരുക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഗൺമാൻമാരെ ന്യായീകരിച്ചുകൊണ്ട് കേരളം മുഴുവൻ കണ്ട ഈ ദൃശ്യങ്ങൾ താൻ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി അന്ന് വിശദീകരിച്ചത്. തുടർന്ന് ഇവരുടെ കേസ് എടുക്കാൻ കൂട്ടാക്കാതെ പിന്നീട് ഈ യുവാക്കൾ ആലപ്പുഴ കോടതിയെ സമീപിച്ചാണ് ഇതിനകത്ത് ഒരു FIR പോലും വീഴുന്നത്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ വരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അവർ പറഞ്ഞ മൊഴികൾ പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് ആലപ്പുഴ സൗത്ത് പോലീസിലെ ഉദ്യോഗസ്ഥർ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം മുകളിൽ നിന്നുള്ള ഉന്നതരുടെ ഇടപെടൽ, സമ്മർദ്ദം ഇവരുടെ മേൽ വലിയ തോതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ADGP ആയിരുന്ന MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതായത് ഇവിടുന്ന് റിപ്പോർട്ട് എഴുതി തള്ളാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് DYSPയെ പലതവണ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയെന്നും സമ്മർദ്ദം താങ്ങാനാകാതെ ശാരീരിക അസ്വസ്ഥതകൾ ഉൾപ്പെടെ അയാൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ SIT ടീമിനോട് പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ MR അജിത് കുമാറിന്റെ റോള് എങ്ങനെ പരിശോധിക്കപ്പെടും എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിനകത്തെ വിവരങ്ങളിൽ നമ്മൾക്ക് നോക്കിക്കാണേണ്ടത്. കാരണം ഇത് ഈ അജയ് ജുവൽ കുര്യാക്കോസും ഒപ്പം തന്നെ ഈ AD തോമസും അജിത് കുമാറിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് അവരും പരാതിപ്പെടുന്നു. ഇവർക്ക് മാത്രമല്ല, അതേസമയം ഈ കേസ് ഈ വിധത്തിലാക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്നുള്ളതാണ്. അത് അവർ ഉന്നത ഉദ്യോഗസ്ഥന് എഴുതി നൽകിയ, അയാൾ തയ്യാറാക്കി നൽകിയ പേപ്പറുകളടക്കം ഈ കേസിന്റെ ഡയറിയിൽ കയറ്റേണ്ടി വന്നു എന്നുള്ള ഗുരുതരമായ കാര്യങ്ങൾ കീഴ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് ഈ വധശ്രമമുള്ള വകുപ്പുകൾ ചുമത്തുമോ എന്നുള്ളത് വളരെ ശ്രദ്ധേയമായി നോക്കിക്കാണുന്ന ഒന്നാണ്. കാരണം അടിച്ചത് തലയ്ക്കാണ്, അത് ആവർത്തിച്ച് തലയ്ക്കടിച്ചു എന്നുള്ളതാണ്. അതായത് പൊട്ടി ചോര ഒലിക്കുന്നത് കണ്ടിട്ടും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വീണ്ടും അജയെയും തോമസിനെയും തലക്കടിക്കുകയായിരുന്നു ഇവർ. ഈ ചെറുപ്പക്കാർ വീണ് കിടന്ന് കൈയിലാണ് കൂടുതൽ അടിയേറ്റുള്ളത്. അല്ലെങ്കിൽ തല അടിച്ച് അവർ ഒരു പ്രാവശ്യം അടിച്ച് ചോര ഒലിക്കുന്ന അവസ്ഥയിൽ വീണ്ടും അടിക്കുകയായിരുന്നു. അപ്പോൾ ഈ വകുപ്പുകൾ കൂടി, ജാമ്യമില്ലാത്ത വകുപ്പുകൾ കൂടി ഇവർക്കെതിരെ വരുമോ എന്നുള്ളതുമൊക്കെ ശ്രദ്ധേയമാണ്. എന്തായാലും ഈ കേസിനകത്ത് ഉന്നത ഇടപെടൽ നടന്നിട്ടുണ്ട്. ആ ഉന്നതന്മാർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. യെസ്, തീർച്ചയായും ഈ നടപടി എന്തുണ്ടാകും? സസ്പെൻഷൻ പോലെയുള്ള അടിയന്തര നടപടികളിലേക്ക് പോകുമോ? അതായത് ആദ്യ റിപ്പോർട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് പിന്നീട് വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ നടപടികൾ. അതിനപ്പുറത്ത് അനിലും സന്ദീപും ഒക്കെ ബോധപൂർവമായി നടത്തിയ ഒരു അതിക്രമം എന്ന നിലയിലാണ് റിപ്പോർട്ടെങ്കിൽ അടിയന്തരമായൊരു നടപടി ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.